നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് അവഗണനയെന്ന് പരാതി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യം. സർക്കാരായില്ല, വിദ്യാഭ്യാസ മന്ത്രിയുമില്ല. വെള്ളിയാഴ്ചത്തെ SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത. ബുധനാഴ്ച പരീക്ഷാ ബോർഡ് യോഗം ചേരും. കടമ്പോട് നീരാട്ടുകുഴി തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ പ്രതിഷേധത്തിൽ നാട്ടുകാർ. ചോദ്യപേപ്പർ ചോർച്ച, നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. പുതിയ പരീക്ഷാ തീയതി ഉടൻ. മറ്റത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വാഴ കർഷകർക്കു വേണ്ടി പരിശീലന ക്ലാസ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. സ്പോട്ട് റിപ്പോർട്ടർ. പുതുക്കാട് KSRTC സ്റ്റാൻഡിനെ ആശ്രയിക്കുന്ന യാത്രക്കാർ നേരിടുന്നത് കടുത്ത അവഗണന. ബസ്സുകൾ ദേശീയപാതയിൽ തന്നെ നിർത്തുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യം. ദേശീയപാതയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്ന ഇടമാണ് പുതുക്കാട് KSRTC ഡിപ്പോ. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ബസ് സർവീസുകൾ നിയന്ത്രിക്കാൻ ഇത് സൗകര്യമാകും. ഇവിടെ സ്റ്റാൻഡിനായി ഏറ്റെടുത്ത ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ 4.5 ഏക്കർ സ്ഥലമുള്ളതിനാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താനാകും. പക്ഷേ നിലവിൽ ദേശീയപാതയിൽ നിന്ന് സ്റ്റാൻഡിലേക്കും തിരിച്ചുമുള്ള ബസ്സുകളുടെ പ്രവേശനം അപകടകരമാണ്. KSRTC സ്റ്റാൻഡിന് മുന്നിലെ U-ടേൺ അടച്ചതോടെ ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ദേശീയപാതയിൽ തന്നെ നിർത്തുന്നത് അപകടമാണ്. ഇത് കണക്കിലെടുത്ത് KK രാമചന്ദ്രൻ MLA ഇടപെട്ട് സർവീസ് റോഡിനോട് ചേർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരുന്നു. എന്നാൽ തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സർവീസ് റോഡിലൂടെ വന്ന് ഈ സ്റ്റോപ്പിൽ നിർത്തി സർവീസ് നടത്തണമെന്ന് ഉത്തരവുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ല. ഈ KSRTC ജംഗ്ഷനിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് കാരണം കൊണ്ട് തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഇതിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കുകയുണ്ടായി. അത് KSRTCയും അത് നിയമപരമായിട്ട് തെക്ക് നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും, ചെറിയ വാഹനം തൊട്ട് വലിയ വാഹനം, ദീർഘദൂര വാഹനങ്ങൾ വരെ നിർത്തി ആളെ കയറ്റി കൊണ്ടുപോകേണ്ട നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. എന്തോ നിർഭാഗ്യവശാൽ അത് ഒരു മുഴുവനും എന്ന് പറയുന്നില്ല, ഒരു 75% വാഹനങ്ങളും ആ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല. പക്ഷേ സിഗ്നലിൽ കഴിഞ്ഞിട്ട് വളരെ സ്പീഡിൽ വരുന്ന വണ്ടികൾക്ക് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നോ ഇവിടെ നടുറോട്ടിൽ വണ്ടി നിർത്തി ആളെ കയറ്റുമെന്നുള്ള ഒരു അറിവ് ഡ്രൈവർമാർക്ക് ഉണ്ടാവില്ല. ഇവിടെ പ്രൈവറ്റ് ബസ് തൊട്ട് KSRTCയുടെ മിക്കവാറും ബസ്സുകൾ ഹൈവേയിൽ തന്നെ സഡൻ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് ആളുകൾ കയറ്റിക്കൊണ്ടുപോകുന്നത്. അത് വളരെ അപകട സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതിനാൽ ബഹുമാനപ്പെട്ട KSRTC അധികൃതർ ജീവനക്കാർക്ക് ആ പുതിയതായി ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പിൽ വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോകണമെന്ന കർശനമായ നിർദ്ദേശം കൊടുക്കണം. യാത്രക്കാരെ റോഡിൽ ഇറക്കി വിടുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് മാത്രമല്ല, സ്ത്രീകളും വയോധികരുമായവർക്ക് ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതും വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. NH-നോടടുത്ത് ഇത്തരം സൗകര്യങ്ങളുള്ള ഒരു ബസ് സ്റ്റാൻഡ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. തൊട്ട് അങ്കമാലി അതിനേക്കാളൊക്കെ എത്രയോ സ്ഥലം, അതായത് പുതുക്കാട് പഞ്ചായത്തിൻ്റെ 1 ഏക്കറും അളഗപ്പനഗർ പഞ്ചായത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾക്കുള്ള സൗകര്യമുള്ള സ്ഥലമാണിത്. ആ തുടങ്ങുന്ന സമയത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് അപ്പോൾ അതിൻ്റെ വരുമാനം പുതുക്കാട് പഞ്ചായത്തിനും അളഗപ്പനഗർ പഞ്ചായത്തിനും കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമായിരുന്നു. അതും പക്ഷേ ഇതുവരെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ പിന്നെ അന്ന് നിൽക്കുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇത് നിന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് പറഞ്ഞിരുന്നു ഒരു ഹബ്ബ് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെ ഒന്നും കണ്ടില്ല. ഇവിടെ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നിടത്ത് മറ്റു വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് സുഗമമായ ഗതാഗതത്തിന് തടസ്സമാകുന്നതായി KSRTC ഡ്രൈവർമാർ പറയുന്നു. ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന LS2 സൂപ്പർ ഫാസ്റ്റുകളും മറ്റ് സൂപ്പർ ഫാസ്റ്റുകളും സ്റ്റാൻഡിൽ കയറുന്നില്ല. റിസർവ് ചെയ്ത യാത്രക്കാരെ റോഡിൽ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തിയിടുന്നത് പുറകിൽ വരുന്ന വാഹനങ്ങൾ
അപകടത്തിൽപ്പെടുന്നതിന് ഇടയാക്കും. കാരണം ഇതിലെ NH നിന്ന് ഇങ്ങോട്ട് തിരിയാനോ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ട് കയറി പോകാനോ ഒരു സൗകര്യങ്ങളും ഇല്ല. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ റോഡ് സർവീസ് റോഡ് ഇങ്ങോട്ട് കയറുന്ന ബൈ റോഡ് ഫുൾ കൊട്ടി അടയ്ക്കുക. അതിനുള്ള പുതിയ സംവിധാനം കണ്ടെത്താതെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നാട്ടുകാർ ഇടപെടുമ്പോൾ അത് കൊട്ടി അടച്ച് ആ സംവിധാനം ക്ലോസ് ചെയ്യലല്ല ഈ നാടിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ഇതിലെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് രാത്രി ആയാലും പകലായാലും സ്റ്റാൻഡിൽ കയറാതെ കുറേ ആൾക്കാർ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കയറി വണ്ടി ഇങ്ങോട്ട് വരും എന്ന് കാത്തു നിൽക്കുന്ന രാത്രി സ്ത്രീകളടക്കം കുറേ ആൾക്കാർ ബസ് കയറാണ്ടവരും അങ്ങോട്ട് ഓടും. അവർ ചെല്ലുമ്പോഴേക്കും വണ്ടി എടുത്തു പോകും. ഏത് വണ്ടികളും സർവീസിലൂടെ പോകണം എന്ന് KSRTC ഓർഡർ കൊടുത്തു MDക്ക് എന്നാണ് പറഞ്ഞത്. ആ ഓർഡർ ഇവിടെ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. KSRTCയിലേക്ക് ഇങ്ങോട്ട് തൃശ്ശൂരിൻ ഭാഗത്തു നിന്ന് വരുന്ന എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ KSRTCയിൽ കയറാൻ ഒരു അസൗകര്യവും ഇല്ല ഇവിടെ. പക്ഷേ ഓർഡിനറി ഒഴിച്ച് വേറെ ഒരു വണ്ടികളും പല സമയങ്ങളിലും കയറുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യാത്രക്കാർക്ക് വളരെയധികം ദുരിതങ്ങളുണ്ട്. രാത്രികാലങ്ങളിലടക്കം സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്ന യാത്രക്കാർ ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തിയിടുമ്പോൾ അവയ്ക്ക് പിന്നാലെ ഓടുന്നത് പതിവ് കാഴ്ചയാണ്. ഇത് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട്. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ മടിക്കുന്നതോടെ യാത്രക്കാരും ഈ സ്റ്റാൻഡ് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയാണ്. അതായത് വൈകിട്ട് 6:45 കഴിഞ്ഞാൽ ഒരു KSRTC ബസ് പോലും ഈ സ്റ്റാൻഡിലേക്ക് കയറുന്നില്ല. ഈ യാത്രക്കാർ മുഴുവൻ ഹൈവേയുടെ സൈഡിൽ നിന്നിട്ടാണ് ബസ് നോക്കി കാത്തു നിൽക്കുന്നത്. ഈ പകൽ സമയത്തും ഒരു ബസ്സും അപൂർവം ചില ബസ്സുകൾ മാത്രമാണ് സ്റ്റാൻഡിലേക്ക് കയറുന്നുള്ളൂ. സൂപ്പർ ഫാസ്റ്റ് അതുമാതിരി പ്രീമിയം വണ്ടികൾ ഒന്നും തന്നെ സ്റ്റാൻഡിലേക്ക് കയറുന്നില്ല. ഇവിടെ സ്റ്റാൻഡ് ഉള്ളത് പോലും ദീർഘദൂര ബസ് ഡ്രൈവർമാർക്ക് പോലും അറിയില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഒരു സംവിധാനമായിട്ട് ഈ സ്റ്റാൻഡ് ഉണ്ടാവണം. അല്ല, യാത്രക്കാർക്ക് ഗുണകരമാവണം. അല്ലാണ്ട് വെറുതെ നമ്മളൊരു സ്റ്റാൻഡിൽ നിന്ന് പേര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പുതുക്കാട് KSRTC സ്റ്റാൻഡ് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് KSRTC വണ്ടികൾ KSRTC സ്റ്റാൻഡിലേക്ക് കയറ്റാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അതുപോലെ യാത്രക്കാർ നമ്മളെ പുതുക്കാട് ഹൈവേയിലാണ് നിൽക്കുന്നത്. ബസ് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് പുതുക്കാട് ഹൈവേയിലാണ്. KSRTC സ്റ്റാൻഡിലേക്ക് ഒരു ബസ്സുകളും കയറുന്നില്ല. അതിന് വേണ്ട തീരുമാനങ്ങൾ പുതിയ മന്ത്രി വരുമ്പോഴും പുതിയ ഗവൺമെൻറ് വരുമ്പോഴും അതിന് ഉപകാരപ്രദമായ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പുതിയ സർക്കാരും വകുപ്പ് മന്ത്രിയും വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും പുതുക്കാട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. തൃശ്ശൂർ എറണാകുളം പാതയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു KSRTC ബസ് സ്റ്റാൻഡാണ് പുതുക്കാടുള്ള KSRTC ബസ് സ്റ്റാൻഡ്. പക്ഷേ ഇപ്പോൾ യാത്രക്കാർ ഈ ബസ് സ്റ്റാൻഡിനെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം പല ബസ്സുകളും സ്റ്റാൻഡിൽ കയറാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ ദീർഘദൂര ബസ്സുകളടക്കം ഈ സ്റ്റാൻഡിൽ കയറണമെന്ന് നിർദ്ദേശമുണ്ട്. പക്ഷേ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ ദേശീയപാതയിൽ തന്നെ നിർത്തി യാത്രക്കാരെ ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ഈ സ്റ്റാൻഡിൽ വരാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറേണ്ടതില്ല. എന്നാൽ പകരം മുൻപിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റണമെന്ന നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല. ഏതായാലും യാത്രക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ സ്റ്റാൻഡിനെ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ ഡൊമിനിക്കിനൊപ്പം ആന്റോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പുതിയ സർക്കാർ അധികാരത്തിൽ വരാത്തതിനാൽ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ SSLC ഫലപ്രഖ്യാപനം. കഴിഞ്ഞ LDF സർക്കാർ നിശ്ചയിച്ച പ്രകാരം പരീക്ഷാ മൂല്യനിർണ്ണയം പൂർത്തിയായെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപനവും സർക്കാർ രൂപീകരണവും അനിശ്ചിതത്വത്തിലായതാണ് ഫലം വൈകാൻ കാരണം. 15-ന് ഫലപ്രഖ്യാപനം നടത്തുമെന്ന് വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു. അതുപ്രകാരമുള്ള നടപടികൾ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് പൂർത്തിയാകും. ബുധനാഴ്ച പരീക്ഷാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലം പ്രഖ്യാപിക്കുക. എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കാനും പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതലയേൽക്കുമ്പോൾ ഫലപ്രഖ്യാപനം നടത്താനുമാണ് ഉദ്യോഗസ്ഥതല തീരുമാനം. മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത ശേഷം മന്ത്രിമാരെ നിശ്ചയിക്കാൻ എത്ര നാൾ കാത്തിരിക്കണമെന്ന് അറിയില്ല. മെയ് ആദ്യവാരമാണ് എല്ലാ വർഷവും SSLC ഫലപ്രഖ്യാപനം. ഫലം വൈകുന്നത് +1 പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന CBSE, ICSE വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കും. സ്കൂൾ തുറക്കും മുൻപ് പുസ്തക വിതരണം പൂർത്തിയാക്കുന്ന നടപടികൾ കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചുവെങ്കിലും ഇക്കുറി പുസ്തക അച്ചടി പൂർത്തിയാകാത്ത സ്ഥിതിയുണ്ട്. കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞത് അധ്യാപകരുടെ അവധിക്കാല പരിശീലനത്തെയും ബാധിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് നീരാട്ടുകുടി റോഡിനോട് ചേർന്നുള്ള കൈത്തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. വീടുകൾക്ക് സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിൽ കക്കൂസ് മാലിന്യം കെട്ടിക്കിടക്കുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്.
ദുർഗന്ധം മൂലം മൂക്കുപൊത്തി കഴിയേണ്ട ഗതികേടിലാണെന്നും ഭക്ഷണം കഴിക്കാനാവുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വിവരമറിയിച്ചതായി സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ അറിയിച്ചു. ചോദ്യപേപ്പർ ക്രമക്കേട് വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഈ വർഷത്തെ നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കി. മെയ് 3 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വ്യക്തമായതോടെയാണ് തീരുമാനം. മെഡിക്കൽ പ്രവേശനത്തിനായി വീണ്ടും പരീക്ഷ നടത്തും. ഇതിനായി വിജ്ഞാപനമിറക്കും. പുതിയ ഹാൾ ടിക്കറ്റ് ഉടൻ കുട്ടികൾക്ക് വിതരണം ചെയ്യും. ഒരിക്കൽ പരീക്ഷ എഴുതിയതിനാൽ പുതുതായി രജിസ്ട്രേഷൻ നടത്തേണ്ടതിന്റെയോ ഫീസ് അടയ്ക്കേണ്ടതിന്റെയോ ആവശ്യമില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. കാണുന്നതെല്ലാം മനോഹരമായ വരികളാക്കി മാറ്റി സ്വയം ആലപിച്ച് നാട്ടുകാരുടെ പ്രശംസ നേടുകയാണ് കൊടകരയിലെ വിമുക്ത ഭടൻ നാരായണൻ. തന്റെ ചിന്തകളും അനുഭവങ്ങളും നാരായണന്റെ ചുണ്ടിൽ പാട്ടുകളായി മാറുകയാണ്. കൊടകര മരത്തോമ്പിള്ളി കളപ്പുരയ്ക്കൽ വീട്ടിൽ നാരായണൻ എന്ന 80-കാരൻ താൻ എഴുതിയ പാട്ടുകളെല്ലാം ഉടുക്കിന്റെ അകമ്പടിയോടെ പാടുകയാണ്. കുടിയന്റെ ഗ്രഹനീല കീഴ്പോട്ടാണ്ടേ കുടിയന്റെ ഗ്രഹനീല കീഴ്പോട്ടാണ്ടേ. പാട്ടുകൾ എഴുതിയും പാടിയും വിശ്രമ ജീവിതത്തെ ആനന്ദകരമാക്കുകയാണ് നാരായണൻ. 20 വർഷത്തോളം സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഇദ്ദേഹം 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സൈനിക സേവനത്തിന് ശേഷം 15 വർഷം കേരള പോലീസിലും സേവനമനുഷ്ഠിച്ചു. പോലീസിന്റെ ജംഗിൾ ക്യാമ്പിൽ വെച്ചാണ് ആദ്യമായി പാട്ടുപാടാൻ തുടങ്ങിയത്. ക്യാമ്പിലെത്തിയ അക്കാലത്തെ പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനും ചലച്ചിത്ര താരവുമായിരുന്ന ജഗന്നാഥ വർമ്മയാണ് ക്യാമ്പിൽ വെച്ച് നാരായണനോട് പാട്ടുപാടാൻ ആവശ്യപ്പെട്ടത്. 20 കൊല്ലം പട്ടാളത്തിൽ സർവീസ് ചെയ്തു, 71 വാറിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് കേരള പോലീസിൽ വന്ന് 1 കൊല്ലം ട്രൈ ചെയ്ത് 10-12 കൊല്ലം പോലീസിലും പണിയെടുത്തു. ആദ്യമായി പാട്ട് പാടാൻ എന്നെ പ്രേരിപ്പിച്ച് ജഗന്നാഥോർമ്മ, റിട്ടയർഡ് സ്വർഗീയനായ ജഗന്നാഥോർമ്മയാണ് എന്നോട് ജംഗിൾ ട്രെയിനിങ്, പോലീസിൻ്റെ ജംഗിൾ ട്രെയിനിങ് ഉണ്ടായപ്പോൾ നാരായണ ഒരു പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വലിയ പാട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു SI ചെന്ന് പറഞ്ഞു നാരായണൻ പാട്ട് പാടും. പിന്നെ പാടാതിരുന്നാൽ എനിക്കതൊരു സങ്കടമാവും. അപ്പം അന്ന് ഞാനൊരു പാട്ട് പാടിയത് പളനിമലയിൽ തന്നിലെ പല്ലു കൊല്ലും മൃഗ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അന്ന് പാട്ട് പാടിയതോടെ പാടാനുള്ള തൻ്റെ കഴിവ് നാരായണൻ സ്വയം തിരിച്ചറിയുകയായിരുന്നു. നാട്ടിലെ നിരവധി സംഘടനകളാണ് നാരായണനിലെ ഗായകനെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുള്ളത്. മറ്റത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വാഴ കർഷകർക്കു വേണ്ടി പരിശീലന ക്ലാസ് നടത്തി. സമഗ്ര പച്ചക്കറി ഉൽപാദന വികസന യത്നത്തിന്റെ ഭാഗമായി നടത്തിയ ക്ലാസ് കൃഷി ഓഫീസർ VU ദിവ്യ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CC ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗം KR ശശികുമാർ, കൃഷി അസിസ്റ്റന്റ് MK ജിഷ, ADC അംഗം AK രാജൻ, കൃഷി അസിസ്റ്റന്റ് EV വിപിൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PK ജിഷ എന്നിവർ പ്രസംഗിച്ചു. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഗവാസ് രാഗേഷ് ക്ലാസ് നയിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായി ഗാലക്സി ക്ലബ്ബ് സാമ്പത്തിക സഹായവുമായി രംഗത്തെത്തി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറികളിലൂടെ കുടിവെള്ളം എത്തിച്ചു നൽകുന്ന പ്രവർത്തനത്തിനായി ഇതിനകം ഏകദേശം 18 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഫണ്ട് തീർന്ന സാഹചര്യത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും സഹായം സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗാലക്സി ക്ലബ്ബ് സാമ്പത്തിക സഹായം കൈമാറിയത്. ക്ലബ്ബ് പ്രസിഡന്റ് ഔസേപ്പ് ചെരടായി, സെക്രട്ടറി ജോസഫ് മഞ്ഞളി, റിൻഡോ ഞെരിഞ്ഞാംപിള്ളി, വേണു ചിറ്റിയടത്ത് എന്നിവർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പഞ്ചായത്ത് ഓഫീസിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനന് സഹായധനം കൈമാറി. വൈസ് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ലില്ലി ബേബി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അങ്ങനെ അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാലക്സി ക്ലബ്ബ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്കൊന്ന് ഒരു തുക കൈമാറാന്ന് പറഞ്ഞു. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ഈ കുറച്ച് ആളുകളെ പോയി കാണാൻ ഞങ്ങൾക്ക് വലിയൊരു തുക തന്നെയാണത്. എന്ത് ചെയ്യുന്ന ഒരാളുകളാണ് സർവകക്ഷി വിളിച്ച് എല്ലാവരും
ചാരിറ്റി പ്രവർത്തനം കൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തിനോട് ജനങ്ങളെ സഹായിക്കുന്ന മാനസികമായിട്ടുള്ള വലുപ്പമുള്ള ആൾക്കാരെ തന്നെ സംബന്ധിച്ച് നമ്മൾ ഈ കുടിവെള്ളക്ഷാമത്തിന് മറികടക്കായി വർഷമാണ്. പരന്തരപ്പള്ളിയിലെ ഗാലക്സി ക്ലബ്ബ് ചാരിറ്റിയായിട്ട് പ്രവർത്തിക്കുന്ന ഗാലക്സി ക്ലബിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഗാലക്സി ക്ലബ്ബ് ഒരു ചെറിയൊരു ഫണ്ട് സംഭാവനയായിട്ട് ഗ്രാമപഞ്ചായത്തിന് കൊടുക്കാൻ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം അത് ഇന്ന് പഞ്ചായത്ത് ഓഫീസിന് കൈമാറുന്ന ഒരു ലളിതമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ക്ലബ്ബ് ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിലും ഇനി തുടർന്നുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങളൊരു ഉണ്ടാവും. കാരണം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തിൻ്റെതായ ആവശ്യങ്ങൾ വരുമ്പോൾ ഗാലക്സി ക്ലബ്ബ് അതിന്റെ ഭാഗമാകുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒപ്പം തന്നെ എല്ലാം കൂടി കണക്കിലെടുത്ത് നമുക്ക് തന്ന പൈസയ്ക്ക് നമുക്ക് ആവറേജ് ഒരു ഡെയിലി ഒരു 13 ലോഡ് അടിക്കുവാനുള്ള ഒരു പൈസയാണ് നമുക്ക് അനുവദിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഓരോ ദിവസവും 24-25 ലോഡ് അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. കുടിവെള്ളം അത്ര രൂക്ഷമായിരുന്നു. എല്ലാവർക്കും അറിയാം ഈ വേനലാകുന്നത്. അപ്പോൾ അതിന്റെ ഇതാവുന്ന ഈ ഇത്തരം വലിയൊരു വിപത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസിനോടും വിളിക്കുകയും അതിൽ ഭാരത സംസ്കൃതിയുടെ വക്താവും പ്രയോക്താവും കേരളത്തിന്റെ ജാഗ്രതയുടെ എക്കാലത്തെയും പ്രതിപക്ഷ നേതാവുമായിരുന്നു സുകുമാർ അഴീക്കോടെന്ന് ജയരാജ് വാര്യർ പറഞ്ഞു. സുകുമാർ അഴീക്കോട് സ്മാരക സമിതി കേരള സാഹിത്യ അക്കാദമി ചിത്രശാലയിൽ സംഘടിപ്പിച്ച അഴീക്കോട് ജന്മദിന സ്മരണാഞ്ജലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുകുമാർ അഴീക്കോട് സ്മാരക സമിതി അധ്യക്ഷൻ രാജൻ തള്ളൂർ അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് സെക്രട്ടറി സുനിൽ കൈതവളപ്പിൽ, കെ വിജയരാഘവൻ, ജഷിൻ പാലത്തിങ്കൽ, കവി PG പുതുരുത്തി, ചെങ്ങാലൂർ പെരുമാറാത്ത്, N രാജഗോപാൽ, സാനു വിശ്വനാഥ്, ജോസഫ് വടക്കൻ, TV അനന്തനാരായണൻ, KB പ്രമോദ്, അഡ്വക്കേറ്റ് സോജൻ ജോബ്, M ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സുകുമാർ അഴീക്കോട് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സുകുമാർ അഴീക്കോട് സ്മാരക സമിതി തൃശൂരിൽ പ്രഭാഷണാർച്ചന സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. മെയ് 14 മുതൽ 16 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്താനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധന. 1 പവൻ സ്വർണത്തിന് 400 രൂപയും ഗ്രാമിന് 50 രൂപയുമാണ് കൂടിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധന. 1 പവൻ സ്വർണത്തിന് 400 രൂപയും ഗ്രാമിന് 50 രൂപയുമാണ് കൂടിയത്. 1 പവന് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് സ്വർണ്ണവില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ചൊവ്വാഴ്ച സ്വർണ്ണ വ്യാപാരം നടന്നത്. 1 പവന് 1,12,520 രൂപയായിരുന്നു തിങ്കളാഴ്ചത്തെ നിരക്ക്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസമുണ്ടായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞു മുതൽ വില വീണ്ടും തിരികെ കയറുകയായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള 2 മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. MBBS, TCMC രജിസ്ട്രേഷൻ എന്നിവയാണ് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം മെയ് 13 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകൾ നേരിട്ടോ സൂപ്രണ്ട്, മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, പാഡി PO, തൃശൂർ 680699 എന്ന വിലാസത്തിലോ അയക്കാവുന്നതാണ്. chc@gmail.com എന്ന ഇമെയിൽ വിലാസം വഴിയും അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447 669681 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെരുവ് വിളക്ക് പരിപാലനം പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ പ്രവർത്തനരഹിതമാകുന്ന തെരുവ് വിളക്കുകൾ റിപ്പയർ ചെയ്യുന്നതിന് താൽപര്യമുള്ള അംഗീകൃത ഇലക്ട്രിക്കൽ ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം മെയ് 20 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുമ്പായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നവർ ABC കേബിൾ ഉൾപ്പെടെയുള്ള തെരുവ് വിളക്കുകൾ റിപ്പയർ ചെയ്യുന്നതിന് പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കേണ്ടതാണ്. അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. നിയമനം നിലവിലുള്ള സർക്കാർ ഉത്തരവുകൾക്കും മാനദണ്ഡങ്ങൾക്കും വിധേയമായിരിക്കും. അന്തിമ തീരുമാനം പഞ്ചായത്ത് ഭരണസമിതിയിൽ നിക്ഷിപ്തമായിരിക്കും. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണ്ണം ഗ്രാമിന് 14,115 രൂപയും പവന് 1,12,920 രൂപയും രേഖപ്പെടുത്തി. തലോർ തണ്ടിയേക്കൻ ഡേവീസ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 തലോർ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് അവഗണനയെന്ന് പരാതി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യം. സർക്കാരായില്ല, വിദ്യാഭ്യാസ മന്ത്രിയുമില്ല. വെള്ളിയാഴ്ചത്തെ SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത. ബുധനാഴ്ച പരീക്ഷാ ബോർഡ് യോഗം ചേരും. കടമ്പോട് നീരാട്ടുകുഴി തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ പ്രതിഷേധത്തിൽ നാട്ടുകാർ. ചോദ്യപേപ്പർ ചോർച്ച. നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. പുതിയ പരീക്ഷാ തീയതി ഉടൻ. മറ്റത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വാഴ കർഷകർക്കു വേണ്ടി പരിശീലന ക്ലാസ് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.